ഞാൻ ഇന്ത്യൻ പരിശീലകനായിരുന്നെങ്കിൽ വൈഭവിനെ ഉറപ്പായും അടുത്ത മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. അതെന്തിനാണ് എന്നറിയാമോ? ഗ്രൗണ്ടിൽ എത്ര പ്രകോപനങ്ങൾ ഉണ്ടായാലും കായികമായല്ല അതിനെ നേരിടേണ്ടത് എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ. ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിന് ശേഷം അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങളിൽ സഞ്ജയ് മഞ്ജരേക്കറുടെ പ്രതികരണം ഇതായിരുന്നു. സൂപ്പർ ഓവറിന് ശേഷം മൈതാനം വിടുകയായിരുന്ന വൈഭവ് ശ്രീലങ്കൻ താരങ്ങളുടെ പ്രകോപനത്തിൽ വീണ് തിരികെ വന്ന് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് വലിയ വാർത്തയായി. ശ്രീലങ്കൻ താരം വിഷൻ ഹലബാങ്കയെ വൈഭവ് കൈകൊണ്ട് തള്ളുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പിന്നീട് മാച്ച് റഫറി ഇരു താരങ്ങൾക്കും മാച്ച് ഫീയുടെ 50% പിഴ ഏർപ്പെടുത്തുന്നുണ്ട്. ചർച്ചകളൊക്കെ കെട്ടടങ്ങി. ആരാധകർ എല്ലാം മറന്നു തുടങ്ങുകയായിരുന്നു. എന്നാൽ വൈഭവ് ഒന്നും മറന്നില്ല. ഒരു കനൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ. ചെറുപ്പത്തിന്റെ തിളപ്പ്. എന്താണ് ആ സ്റ്റേഡിയത്തിൽ സംഭവിക്കുന്നത് എന്ന് ശ്രീലങ്കൻ ബോളർമാർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. സ്ക്രീനിൽ തെളിഞ്ഞ പ്രൊജക്ടഡ് സ്കോർ കണ്ട് ആരാധകരുടെ കണ്ണ് തള്ളി. 950. വൈഭവ് അതൊരു ഏകദിന മത്സരമാണെന്ന കാര്യം ഒരു വേള മറന്നുപോയതാകുമോ? അല്ല, അവൻ ഇന്ന് റിവെഞ്ച് മോഡിലാണ്. വന്നവരെയും പോയവരെയുമൊക്കെ മുഖം നോക്കാതെ അടിച്ച് ഗാലറിയിലിട്ടു. 11 പന്തിൽ 50. ഒരു T20 മത്സരത്തിൽ പോലും വൈഭവ് ഇത്രയും വേഗത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടില്ല. വൈഭവിനെ മര്യാദ പഠിപ്പിക്കാൻ പുറത്തിരുത്തണം എന്ന് കുറിപ്പെഴുതിയ സഞ്ജയ് മഞ്ജരേക്കറുടെ പുതിയ കുറിപ്പെത്തി. വൈഭവ് ഏകദിന ക്രിക്കറ്റിൽ കുറച്ചുകൂടി അപകടകാരിയാണെന്ന് തോന്നുന്നു. 30 യാർഡ് സർക്കിളിന് പുറത്ത് 2 ഫീൽഡർമാർ, അതും 10 ഓവർ. 6 അല്ല കേട്ടോ. മഞ്ജരേക്കർ തൻ്റെ കുറിപ്പിന് താഴെ ആശ്ചര്യചിഹ്നമിട്ടു. ഇനിയും എത്രയെത്ര ആശ്ചര്യചിഹ്നങ്ങൾ ഇടാൻ കിടക്കുന്നു. ലിസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ 50. കളം നിറഞ്ഞ മൈതാനങ്ങളിലൊക്കെ അവൻ നാഴികക്കല്ലുകൾ ബാക്കിയാക്കുന്നു. നേരിട്ട ആദ്യ 2 പന്തുകൾ അതിർത്തി കടത്തിയാണ് വൈഭവ് തുടങ്ങിയത്. മുഹമ്മദ് സിറാസിന് അവൻ ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയതാണ്. 3-ാം ഓവറിൽ സിറാസ് തന്നെ മുന്നിലെത്തി. വൈഭവ് ആ ഓവറിൽ പറത്തിയത് 3 സിക്സും 2 ഫോറും. 3-ാം ഓവർ പിന്നിടുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ 50 കടന്നിരുന്നു. പിന്നെ വൈഭവ് നിർത്തിയിട്ടില്ല. ദുലത് സമുദ്രിയുടെ തൊട്ടടുത്ത ഓവറിൽ പായിച്ചത് 3 ഫോറും 2 സിക്സും. ആ ഓവറിലെ 5-ാം പന്തിനെ മിഡോണിലൂടെ നിലം തൊടാത്ത ഗാലറിയിൽ എത്തിച്ച് അർദ്ധ സെഞ്ചുറികൾ തുടർന്നു. ജസ്റ്റ് 11 ബോൾസ്. പീക്ക് മാഡ്നസ്. നിർത്താനായോ? ഇല്ല. മുമ്പിലെത്തുന്നവരുടെ പേരൊന്നും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവൻ എന്താണ്? ജസ്പ്രീത് ബുംറയുടെയും ജോഷ് ഹേസൽവുഡിൻ്റെയും ഒക്കെ പേരുകൾ സകലർക്കും അറിയാവുന്നതാണ്, വൈഭവിനും. പക്ഷേ ഒരാളോടും ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. ബോളറെ നോക്കുന്നില്ല, ബോളുകളെ മാത്രം നോക്കുന്നു. ഇന്നലെയും ഇന്നും ഇനി നാളെയും അതുതന്നെയാണ് നിലപാട്. ഇന്ത്യ 8-ാം ഓവറിലേക്ക് കടക്കുമ്പോൾ വൈഭവ് 90-ലേക്ക് കടക്കുകയാണ്. നെർവസ് 90s. അങ്ങനെയൊന്ന് വൈഭവിൻ്റെ നിഘണ്ടുവിൽ ഇല്ല. തൊട്ടടുത്ത ഓവറിൽ ആ 15-കാരൻ വീണു. വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു പന്തിനെ ഗാലറിയിൽ എത്തിച്ചിട്ടുണ്ട്. 29 പന്തിൽ 94 റൺസ്, 8 സിക്സറുകൾ, 10 ഫോർ. അടിച്ചെടുത്ത 94-ൽ 88 റൺസും പറന്നത് ബൗണ്ടറികളിലൂടെ. 324 സ്ട്രൈക്ക് റേറ്റ്. വൈഭവ് IPL മൈതാനങ്ങളിൽ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു. ഫോമാറ്റ് മാറിയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. വൈഭവ് പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 132-ലെത്തിയിരുന്നു. 14 റൺ റേറ്റ്. പിന്നെ അടുത്ത 41 ഓവറിൽ ഇന്ത്യ സ്കോർ ബോർഡിൽ ചേർത്തത് 245 റൺസാണ്. തിലക് വർമ്മ മാത്രമാണ് ഇന്ത്യക്കായി പിന്നെ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. 90 പന്തിൽ 67 റൺസായിരുന്നു ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം. ഒടുവിൽ 66 റൺസിന് ലങ്കയെ വീഴ്ത്തി ഇന്ത്യ ത്രിരാഷ്ട്ര പരമ്പരയിൽ കിരീടമണിഞ്ഞു. ലിസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് വെറും 6 റൺ അകലെയാണ് വൈഭവിന് നഷ്ടമായത്. ഒറ്റ സിക്സർ കൂടി പായിച്ചിരുന്നെങ്കിൽ ഫ്രേസർ മക്കർഗിന്റെ റെക്കോർഡിനൊപ്പം വൈഭവിന് എത്താമായിരുന്നു. സമയം ഇനിയുമുണ്ടല്ലോ. പുറത്തായി മടങ്ങുന്ന വൈഭവിനെ തോളിൽ തട്ടി യാത്രയാക്കുന്ന ശ്രീലങ്കൻ കളിക്കാർ. ശ്രീലങ്കൻ ആരാധകർ നൽകിയ സ്റ്റാൻഡിംഗ് ഒവേഷൻ. മധുര പ്രതികാരം അവിടെ പൂർണ്ണമായിരിക്കുന്നു. സീനിയർ ടീമിനൊപ്പം അന്താരാഷ്ട്ര വേദിയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് തൊട്ട് മുമ്പ് വൈഭവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇന്നിങ്സ് അനിവാര്യതയായിരുന്നു. ഇന്ത്യ എക്കൊപ്പം ഈ ട്രൈ സീരീസിൽ വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് ആദ്യമായാണ് ഒരു അർദ്ധ സെഞ്ചുറി പറക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ മുമ്പിറങ്ങിയ 2 മത്സരങ്ങളിലും പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനായിരുന്നില്ല വൈഭവിന്. ആദ്യ മത്സരത്തിൽ 14 റൺസിന് വീണപ്പോൾ തൊട്ടടുത്ത മത്സരത്തിൽ 21 റൺസിന് പുറത്തായി. അഫ്ഗാനെതിരായ 2 മത്സരങ്ങളിലും 30+ സ്കോർ പിന്നിട്ടെങ്കിലും അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തും മുമ്പേ വീണു. കലാശപ്പൂരിൽ അവൻ എല്ലാ കണക്കുകളും തീർത്തു. കഴിഞ്ഞ IPL-ൽ RCB ആണ് കിരീടം ചൂടിയതെങ്കിലും ടൂർണമെന്റ് വൈഭവിന്റെ പേരിലാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടത്. സീസണിലെ വ്യക്തിഗത ട്രോഫികൾ പലതും വൈഭവ് തൂക്കി. ഓറഞ്ച് ക്യാപ്പ്, എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ, സൂപ്പർ സിക്സസ് ഓഫ് ദ സീസൺ, മോസ്റ്റ് വാല്യുവബിൾ പ്ലെയർ. അങ്ങനെ 5 ട്രോഫികൾ. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസാണ് വൈഭവ് കുറിച്ചിട്ടത്. അതിൽ 500 പിറന്നത് പവർ പ്ലേ ഫേസിൽ. ലോക ക്രിക്കറ്റിൽ തന്നെ ഇതാദ്യമായാണ് ഒരാൾ പവർ പ്ലേയിൽ മാത്രം 500 മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്നത്. ഏകദിനത്തിലും അവൻ അഗ്രസീവ്നെസ് തുടരുകയാണ്.
IPL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തുന്ന താരമെന്ന റെക്കോർഡ് വൈഭവ് കുറിച്ചിട്ടത് ഇക്കുറിയാണ്. മറികടന്നത് യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ്. അങ്ങനെ പലതും. ഇനി സീനിയർ ടീമിനൊപ്പം അന്താരാഷ്ട്ര വേദിയിലേക്ക്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാസ് എൻട്രി.